ഹായ് ഫ്രണ്ട്സ്, ഈ പൂവ് കണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഓർക്കിഡ് പോലെയല്ലേ ഇരിക്കുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ചെടിയുടെ പൂവാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു തൈയായിട്ട് മാറും. ആ പൂ പൊഴിഞ്ഞു പോകുന്ന അവിടുന്ന് അതിങ്ങനെ ഒരു തൈയായിട്ട് മാറും. പിന്നെ അതിന് വേരുണ്ടാവും. അപ്പോൾ ഈ വേരിങ്ങനെ പൊട്ടിച്ചിട്ട് വെക്കുന്നിടത്തെല്ലാം നമുക്ക് പിന്നെയും തൈയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് വീട് മുഴുവനും ഈ ഒരു ചെടിയുണ്ട്, നിറച്ച് പൂവുണ്ടാവും. ഇതിപ്പം NPK അങ്ങനെ വളങ്ങളൊന്നും ഇടാത്തത് കൊണ്ടും ഇപ്പം നല്ല മഴയായതുകൊണ്ടുമാണ് അധികം പൂക്കളില്ലാത്തത്. ഇല്ലെങ്കിൽ ഇതിലെപ്പോഴും ഇങ്ങനെ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇഷ്ടംപോലെ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈഡ് നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും മുഴുവനും ഇതിനകത്തൊക്കെ ചെറിയത് വേറെയുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിന് തൈകൾ ഇഷ്ടംപോലെ നിൽക്കുന്നത്. എല്ലാത്തിലും നോക്കിക്കഴിഞ്ഞാൽ തൈകൾ കാണാൻ പറ്റും. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് മുഴുവൻ തൈകളാണ്. കണ്ടോ, 1, 2 എത്ര പൂക്കളുണ്ടായോ അത്രയും തൈകൾ കിട്ടുന്ന ഒരു ചെടിയാണിത്. ഈ ചെടിക്ക് വോക്കിംഗ് ഐറസ് എന്നൊരു പേര് കൂടിയുണ്ട്. കാരണം ഇതിൻ്റെ ഈ തൈകൾ ഇങ്ങനെ നിറച്ച് വളർന്ന് വന്നു കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടും. അപ്പോൾ അതൊരു സൈഡിലേക്ക് ചെരിഞ്ഞ് കഴിയുമ്പം അത് ചെരിഞ്ഞ് മണ്ണി വന്ന് മുട്ടും. അപ്പോൾ ഈ ഒരു തൈകളിലെല്ലാം തന്നെ ചെറിയ വേരുകളുണ്ട്. അപ്പോൾ മണ്ണി മുട്ടി കഴിയുമ്പോൾ ആ വേരുകളെല്ലാം മണ്ണി പിടിക്കുകയും അവിടെ വളർന്നു വരും. പിന്നീടും ഇതുപോലെ തന്നെ അടുത്ത തൈകളുണ്ടാകുകയും അടുത്ത വശത്തേക്ക് വളർന്നു തുടങ്ങുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ വോക്കിംഗ് ഐറസ് എന്ന് വിളിക്കുന്നത്. ഇത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നോക്ക്, ഇപ്പോൾ ഒരു പോട്ട് എടുത്തു കഴിഞ്ഞാൽ പൂക്കളില്ലെങ്കിൽ പോലും അത് നിൽക്കുന്ന കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തൈകൾ വെച്ച് വരുന്നതാണ്. കുറേ തൈകളുണ്ടാവും. അപ്പോൾ ഈ തൈകൾ വെച്ച് നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ തൈകളാണ്. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിറച്ച് പുല്ല് വളരുന്നുണ്ട്, അത് മാറ്റിയെടുക്കേണ്ടതാണ്. ഇതിൻ്റെ ഇലകൾക്ക് പീക്കോക്ക് പീലി വിടർത്ത് നിൽക്കുന്ന പോലെയുള്ള നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഇതിന് പീക്കോക്ക് ലില്ലി എന്നൊരു പേരും കൂടിയുണ്ട്. ഇലകളുടെ ഭംഗി കൊണ്ട് തന്നെ ഇതിനെ ഓർണമെൻ്റൽ പ്ലാന്റായിട്ടും ഇൻഡോർ പ്ലാന്റായിട്ടും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വെയിൽ കാണിച്ചില്ലെങ്കിൽ ഇത് നശിച്ചു പോകും. ടെറസ് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നിറച്ച് പൂക്കളുണ്ടാവും. പക്ഷേ ഇതിന് നല്ല വെള്ളം ആവശ്യമാണ്. എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം, നല്ല വെയിൽ വേണം, ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കണം. അപ്പം നിറയെ പൂക്കളും ഈ പൂക്കളിൽ നിന്നെല്ലാം നിറച്ച് തൈകളും വരും. അപ്പം എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടി. അധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ട, വെയിൽ വേണം, വെള്ളം വേണം, അത്രയേ ഉള്ളൂ ഇതിന്. അപ്പോൾ എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന നിറയെ പൂക്കളുണ്ടാകുന്ന നിറയെ തൈകളുണ്ടാകുന്ന ഒരു ചെടിയാണിത്. ഇത് വേറെ കളറുള്ള വെറൈറ്റി ഉണ്ട്, പിങ്ക്, ബ്ലൂ, വയലറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ കാണപ്പെടുന്നത് ഈ ഒരു യെല്ലോ കളർ തന്നെയാണ്. അപ്പോൾ ഇത് അധികം നേഴ്സറികളിലൊന്നും കാണാറില്ല. പക്ഷേ ഇത്രയും ഒരുപാട് തൈകൾ വരുന്ന ഒരു ചെടിയാണ്. എന്തുകൊണ്ടാണ് അധികം നേഴ്സറികളിൽ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ലാത്തതെന്ന് അറിയത്തില്ല. ഇത് 3 ഇതളുള്ളത് കൊണ്ട് ഇതിനെ ട്രൈമെസിയ പ്ലാന്റ് എന്ന് വിളിക്കാറുണ്ട്. ഇതിൻ്റെ പൂക്കൾക്ക് 3 ഇതളാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ട്രൈമെസിയ എന്നുള്ളൊരു പേര് ഇതിന് വരുന്നത്. പീക്കോക്ക് ലില്ലി, വോക്കിംഗ് ഐറിസ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ശരിക്കുള്ള പേര് നിയോമറിക്ക ലോങ്ങിഫോളിയ എന്നാണ്. ഇതിൻ്റെ തൈകൾ എൻ്റെ പോട്ടിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു കോംബോ ഓഫർ മറ്റ് പ്ലാന്റ്സിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് തീരെ ചെറിയ ചെടി അയക്കാനായിട്ട് തൈകൾ അയക്കുന്ന അത്ര സേഫ് ആയിരിക്കില്ല. അപ്പോൾ കുറച്ച് വലുതായിട്ടുള്ളത് അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ ഉടനെ ഒരു സെയിൽ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നത് വരേക്കും ബൈ.